وعطيتك أفضل العطية وأهنأها، تطاع فتشكر وتعصى فتغفر وتجيب المضطر وتكشف الضر وتشفي السقيم وتغفر الذنب العظيم ولا يبلغ مدحتك قول قائل. والصلاة والسلام الأتمان الأكملان على النبي المصطفى والرسول المجتبى والعبد المرتضى نبينا محمد عليه وعلى آله وأصحابه وأتباعه وأزواجه أفضل الصلاة وأتم التسليم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا. صدق الله العلي العظيم. ആദരണീയനായ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വേദിയിലിരിക്കുന്ന മറ്റ് സംഘാടകരും ഇതിൻ്റെ സാരഥ്യം വഹിക്കുന്നവരുമായ മാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന അള്ളാഹുവിൻ്റെ അതിഥികളായിക്കൊണ്ട്, ദുയൂഫുർ റഹ്മാനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കി അടുത്ത ഒരു മാസത്തിനകം മക്കയിലേക്ക്, അറഫയിലേക്ക്, മിനയിലേക്ക്, മുസ്ദലിഫയിലേക്ക്, മദീനയിലേക്ക് ഒക്കെ യാത്ര തിരിക്കാൻ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി തീർത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹാജിമാരെ, ഹാജകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും സഫലീകരിക്കാവുന്ന, പൂർത്തീകരിക്കാവുന്ന രീതിയിൽ നമ്മോട് ഒപ്പം, യാത്രയിൽ നമ്മോടൊപ്പം ഉണ്ടാകുമാറാവട്ടെ. നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കുമാറാവട്ടെ. നമ്മൾ എന്തൊക്കെ സതുദ്ദേശങ്ങൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾ മുന്നൊരുക്കത്തോടു കൂടി നടത്തിയിട്ടുണ്ടോ അതെല്ലാം സഫലീകരിക്കാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. എല്ലാ വീഴ്ചകളിൽ നിന്നും, പോരായ്മകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെ തന്നെ നമ്മെ, നമ്മുടെ യാത്രാ സംഘത്തെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ ഒരിടയ്ക്ക് വെച്ച് കയറിയതാണ്. ഷിഹാബുദ്ദീൻ സാഹിബ് എത്തിയാൽ ഉടനെ പ്രസൻറ്റേഷൻ തുടങ്ങും. അതുവരെയുള്ളൊരു സമയം നമുക്ക് നേരത്തെ അല്ലെങ്കിൽ കുറച്ച് വൈകിയോ പറയാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പറയുക എന്നതാണ് ചെറിയ ഒരു സമയത്തിനുള്ളിൽ ഉദ്ദേശിക്കുന്നത്. അതിന് ഞാൻ മനഃപൂർവ്വം കോഡ്ലെസ് മൈക്ക് വേണം എന്ന് സംഘാടകരോട് ആവശ്യപ്പെട്ടത് എനിക്ക് നിങ്ങളേറ്റ് ചില വിഷയങ്ങളൊന്ന് സംവദിക്കണം എന്ന നിലക്കാണ്. അപ്പോൾ അതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ആദ്യമായിട്ട് ഹജ്ജ് ചെയ്യുന്ന ആളുകൾ, ഈ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷവും ഹജ്ജ് ചെയ്യുന്ന ആളുകളാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചിലരെങ്കിലും അവരെ കൂടെ വന്ന ആളുകളും ഇവിടെ ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ അസൂയ തോന്നുന്നുണ്ട് നിങ്ങളുടെ കൈ ഹാജിമാരായിക്കൊണ്ട് പോകുന്ന. ഞാൻ 36 വർഷം സൗദിയിൽ സേവനമനുഷ്ഠിക്കുകയും ജോലി ചെയ്യുകയും അതിൻ്റെ കൂട്ടത്തിൽ ഹജ്ജും ഉംറയും ഒക്കെ തന്നെ സംഘടിപ്പിക്കുകയും നിർവഹിക്കുകയൊക്കെ ചെയ്ത അനുഭവസ്ഥനാണ്. നിങ്ങളുടെ ജില്ലയിൽ തന്നെയുള്ള അതിൻ്റെ സംഘാടകരിൽപ്പെട്ട സലാം സാഹിബ് 1/4 നൂറ്റാണ്ട് കാലം മക്കയിൽ കഴിച്ചു കൂട്ടിയ ആളാണ്. പക്ഷെ എന്നാലും നമുക്ക് ചെറിയൊരു അസൂയ നിങ്ങളോടുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ സൗഭാഗ്യം ലഭിച്ച ആളുകളാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ആവശ്യപ്പെടാനുള്ളത്, നേരത്തെ ഷിഹാബ് സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടതുപോലെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, ഇതിൻ്റെ സംഘാടകർക്കൊക്കെ വേണ്ടി, ആത്മാർത്ഥമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ മൊത്തം മുസ്ലിം ലോകത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണം എന്നാണ്. ആ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുക, അറഫയിൽ വെച്ച് പ്രാർത്ഥിക്കണം. അറഫയിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തം അവിടെ ഒരുമിച്ച് കൂടിയ ദശലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി മലക്കുകളെ വിളിച്ചിട്ട് മലക്കുകളോട് പറയും, നിങ്ങൾ ഈ സൃഷ്ടികളെ നോക്ക്, യാത്രാക്ഷീണത്തോടെ വസ്ത്രം മുഷിഞ്ഞ് തല മുടി ചെടക്കുത്തിയ അവസ്ഥയിൽ വന്നത് എന്തിനു വേണ്ടിയാ? അവരൊക്കെ എൻ്റെ പാപമോചനം പ്രതീക്ഷിച്ച് വന്നിരിക്കുകയാണ് എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ പറയും, ഫഷ്ഹദു, നിങ്ങൾ സാക്ഷികളാവണം, ഫഇന്നീ ഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്കൊക്കെ പുറത്തു കൊടുത്തിരിക്കുന്നു. ആ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ വളരെ നിഷ്കളങ്കരായി
ശുദ്ധരായി തിരിച്ചു വരാനുള്ള കൂട്ടത്തിൽ നിങ്ങളുണ്ടാവണം. ആ അറഫയിൽ വെച്ച് ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ നേരത്തെ ചോദിച്ചു തുടങ്ങിയത്, ആദ്യമായി ഹജ്ജിന് പോകുന്ന ആളുകൾ ഒന്ന് കൈപ്പൊക്കിക്കാൻ. മാഷാ അല്ലാഹ്, ഇത് ഭൂരിപക്ഷം അവർ തന്നെയാണ്. നിങ്ങൾ കൈ താത്തി. രണ്ടാമത് അല്ലെങ്കിൽ ഒന്നിലധികം തവണ പോകുന്ന ആളുകളാണ് ഇപ്പോൾ കൈപ്പൊക്കേണ്ടത്. വളരെ ന്യൂനപക്ഷ ആളുകളാണ്. ഓക്കെ, ചിലപ്പോൾ പക്ഷേ നമുക്ക് വേറൊരു കാര്യം കൂടി ചോദിച്ചാൽ, ഉംറ അതിനു മുമ്പ് നിർവഹിച്ച, എന്നാൽ മക്കയിലും മദീനയിലും മിനയിലും ഒരു പക്ഷേ അറഫയിലൊക്കെ സന്ദർശനത്തിനൊക്കെ പോയ ഉംറ നിർവഹിച്ച ആളുകളൊന്ന് കൈപ്പൊക്കിയാം. മാഷാ അല്ലാഹ്. ഓക്കെ, ഭൂരിപക്ഷ ആളുകളും മക്കയിൽ പോയ ആളുകളാണ്. തീരെ മക്കയിൽ പോകാതെ ആദ്യമായി മക്കയിൽ പോകുന്ന ആളുകൾ ഓക്കെ, നമ്മുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു 5% പോലും ആളുകൾ അത്രയില്ല, വളരെ കുറച്ച് ആളുകളുള്ളൂ. ഈ എല്ലാ ഗണത്തിലുള്ള ആളുകളും ആരും ഒന്നും ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങളുടെ യാത്ര മൊത്തം ഒരു 40 ദിവസം ഉണ്ടാവും എന്ന് വിചാരിക്കും അല്ലേ? 40 ദിവസം ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ കർമ്മങ്ങൾ എത്ര ദിവസം ഉണ്ടാവും? 5 ദിവസം അല്ലെങ്കിൽ മാക്സിമം 6 ദിവസം. അതിൽ തന്നെ ഷിഹാബ് സാഹിബിൻ്റെ പ്രസംഗത്തിൽ നേരത്തെ വന്നു, നിങ്ങൾ നിർബന്ധമായും ഇന്ന സ്ഥലത്ത് ഇന്നത് പ്രാർത്ഥിച്ചാലേ പറ്റുന്നില്ല, നിങ്ങളുടെ ശാരീരികമായ സാന്നിധ്യം അവിടെ ഉണ്ടാവുക എന്നതാണ് അതിലെ മുഖ്യം എന്നൊക്കെ ഷിഹാബ് സാഹിബിൻ്റെ ക്ലാസ്സിൽ വളരെ കൃത്യമായി പറഞ്ഞു. എന്നാൽ അതോടൊപ്പം നമ്മുടെ ഒരു ചാരിതാർത്ഥ്യത്തിന്, നമ്മുടെ ഒരു സംതൃപ്തിക്ക്, നമ്മുടെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി കുറച്ച് പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിക്കുകയും അത് നിയ്യത്ത് ഉൾപ്പെടെയുള്ളത് പറയുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ നമുക്ക് ആകെ 5 ദിവസത്തെ ദുൽഹജ്ജ് 8 യൗമുത്തർവിയ അല്ലേ, ദുൽഹജ്ജ് 9 യൗമു അറഫ, അറഫ ദിനം. ദുൽഹജ്ജ് ഇത് ഷിഹാബ് സാഹിബിൻ്റെ പ്രസൻറ്റേഷനിൽ വളരെ വിശദമായിട്ട് വരും. ഇനി അല്ലെങ്കിൽ നമ്മൾ അടുത്ത സെഷനിൽ അത് വിശദീകരിക്കും, അതുകൊണ്ടൊന്നും ബേജാറാവണ്ട. 10ന്റെ ദിവസം യൗമുൻ നഹർ, അറവിൻ്റെ ദിവസമാണ്. അന്നാണ് ഹാജിമാർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിവസം. അതും നേരത്തെ പറഞ്ഞ പോലെ കർമ്മശാസ്ത്രം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അത് വരും. അന്നാണ് കല്ലെറിയേണ്ടത്, അന്നാണ് മുടി മുറിക്കേണ്ടത്, അന്നാണ് അറവ് നടത്തേണ്ടത്, അന്നാണ് തവാഫുൽ ഇഫാദ ചെയ്യേണ്ടത്. സഅയ് ചെയ്യാത്ത ആളുകൾക്ക് അന്ന് തന്നെ സഅയ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യേണ്ട ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ യൗമുൻ നഹർ ആയിരിക്കും. പിന്നെയുള്ള ദിവസം നമ്മൾ കൗണ്ട് ഡൗണിലേക്ക് പോവാണ്. അയ്യാമു തശ്രീഖ് എന്ന് പറയുന്ന ആ ദിവസങ്ങളിൽ കല്ലേറ് മാത്രമാണ്. പിന്നെ തവാഫുൽ വിദാവുമാണ്. ഇത്രയും കാര്യങ്ങളായാൽ, കല്ലേറും കൂടി അതിൻ്റെ കൂട്ടത്തിൽ, ഇത്രയും കാര്യങ്ങളായാൽ നമ്മുടെ ഹജ്ജ് പൂർണ്ണമായി. അപ്പോൾ അതിൽ വല്ലാതെ കർമ്മശാസ്ത്രപരമായ കോംപ്ലിക്കേഷനൊന്നും അല്ലെങ്കിൽ കെട്ടിക്കുടുക്കുകളൊന്നും അതിന് പോകേണ്ടതില്ല. പക്ഷെ ഹജ്ജിലുണ്ടാവേണ്ട നേരത്തെ പറഞ്ഞ ആത്മീയതയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ചൈതന്യവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ ഖുർആനികമായി തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി കൂടി ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ഹജ്ജിൻ്റെ ആയത്തുകൾ എടുത്ത് പഠിച്ചു നോക്കിയിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനിൽ കുറേ പുസ്തകങ്ങളും കുറേ വായിക്കാവുന്ന അല്ലെങ്കിൽ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഏറ്റവും നല്ല റെഫറൻസ് ഖുർആനിക ആയത്തുകൾ കൂടി ആ കൂട്ടത്തിൽ പഠിക്കണം. അങ്ങനെ ഒരു പഠനം നടത്തി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, യാത്രക്ക് മുമ്പ് ചിലപ്പോൾ പക്ഷേ ഒരു മാസമോ ഒരു മാസത്തിൻ്റെ കൂടിയോ കുറഞ്ഞോ ഉള്ള ദിവസങ്ങളുണ്ടാവും. ഹജ്ജിൻ്റെ ആയത്തുകളിൽ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ച ഒരു പദം ഷഅറ, ഷുഊർ, ഷായിർ, മഷായിർ. ഈ ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന സഫാ വൽ മർവത മിൻ ഷആയിരില്ല. മാഷാ അല്ലാഹ്, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന ആയത്തുകളുണ്ട്. എന്താ ഷഅറ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? ഞാൻ അറബി ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. ഞാൻ ഭാഷ പഠിച്ച, വിദേശത്ത് നിന്ന് ഭാഷ പഠിച്ച ആളാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഭാഷാ ക്ലാസ്സിന് വേണ്ടി വന്നോന്നല്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ട്. എന്താ ഷഅറ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? അനുഷ്ഠാനങ്ങൾ എന്നാണ്. ദൃഷ്ടാന്തം, ഷായർ എന്നുള്ള ചിഹ്നം, അടയാളം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഷാറ എന്ന് പറഞ്ഞ വാക്കിന് വേറെ അർത്ഥമുണ്ട്. ഷാറ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അനുഭവിച്ചു, ഫീൽ ചെയ്തു എന്നാണ്. ഫീൽ ചെയ്യാന്നാണ്. ഹജ്ജില് നിങ്ങൾക്ക് നന്നായി ഫീൽ ചെയ്യണം. എങ്ങനെ ഫീൽ ചെയ്യണം? ഇബ്രാഹിമായി ഫീൽ ചെയ്യണം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാമായി നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, ഹാജറയായി നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായി നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. 1,25,000-ഓളം ആളുകൾ റസൂലുള്ളാഹിൻ്റെ കൂടെ ഹജ്ജ് നിർവഹിച്ച ഹജ്ജത്തുൽ വദായിൽ പങ്കെടുത്ത ആളുകളുടെ ആ സമ്മേളനം നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. ഇത് ഞാൻ പറയുന്നത് ഖുർആനിക ആയത്തുകളുടെ വെളിച്ചത്തിലാണ്. എന്ന് വെച്ചാൽ
ഒമൻ യുഅദ്ദിം, സൂറത്തുൽ ഹജ്ജിലൊരായത്താണ്. ഒമൻ യുഅദ്ദിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഒമൻ യുഅദ്ദിം ശആഇറല്ലാഹ്, ഇതിന്റെ മലയാളം എന്ന് പറയാൻ പെട്ടെന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ, ചിഹ്നങ്ങളെ മഹത്വപ്പെടുത്തിയാൽ അതെന്താണ്? ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിൻ്റെ ഭയഭക്തിയുടെ ഭാഗമാണ്. ഹൃദയത്തിൻ്റെ ഭയഭക്തിയാണല്ലോ ഫതസവ്വദു. നമ്മൾ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഫതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ. നിങ്ങൾ സമ്പാദിക്കേണ്ട ഏറ്റവും നല്ല പാതേയം, നിങ്ങൾക്ക് കൊണ്ടു നടക്കേണ്ട പൊതിച്ചോറിനാണ് സാദ് എന്ന് അറബിയിൽ പറയാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ഭാഷാഭിരാന്തിയുള്ള ഒരാളാണ്. സാദ് എന്ന് പറഞ്ഞപ്പോൾ ദസവ്വദു എന്ന വാക്കിന്റെ അർത്ഥം സാദ് എന്ന് പറഞ്ഞാൽ ഒരാള് യാത്രയിൽ കഴിക്കാൻ വേണ്ടി കൂടെ പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന പൊതിച്ചോറിനാണ് എന്ത് പറയാ? സാദ് എന്ന് പറയാം. നിങ്ങൾ പൊതിഞ്ഞ് കൊണ്ടുപോകേണ്ടത് ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള ചോറല്ല. അവിടെ കേരളീയ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അവിടെയൊക്കെ അവിടെ കിട്ടും. പക്ഷേ തസവ്വദു ഫഇന്ന ഖൈറ സാദി അത്തഖ്വ, തഖ്വ നിങ്ങളുടെ കൂടെ പൊതിഞ്ഞു വേണം. ആ തഖ്വ ഉണ്ടാവാൻ ഒരു കാരണം വമൻ യുഅദ്ദിം ശആഇറല്ലാഹ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ മഹത്വപ്പെടുത്തുക. ഈ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ നമുക്ക് കേട്ട് പരിചയമുള്ള, ഉംറക്ക് പോയ ആളുകൾക്ക് കണ്ടു പരിചയമുള്ള കുറേ ചിഹ്നങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ചിഹ്നം മക്ക തന്നെയാണ്. ആ മക്കയെക്കുറിച്ച് പറയുന്ന സൂറത്ത് ആൽ ഇംറാനിലെ 96 ആയത്ത് മുതൽ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്ത്. അള്ളാഹുവിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ചിഹ്നങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും, തൊടാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും, ആസ്വദിക്കാൻ കഴിയും. അത് കഴിയാതെ നിങ്ങൾ റൂമിൽ, AC റൂമിലും, ആ റൂമിൽ നിങ്ങൾക്ക് നേരത്തെ ഷിഹാബ് സാഹിബ് പറഞ്ഞ പോലെ വൈഫൈ ഫ്രീ ഉണ്ടാവും. നിങ്ങളുടെ ഹോട്ടൽ റൂമിൽ വൈഫൈ ഫ്രീ ഉണ്ടാവും. കുട്ടികളായിട്ട് വിളിക്കാം, കുടുംബത്തായിട്ട് വിളിക്കാം. അതിനുവേണ്ടി സമയം ചെലവഴിച്ചാൽ ഹറമിൽ 1,00,000 പ്രതിഫലം അധികം കിട്ടുന്ന ഹറമിൽ ചെലവഴിക്കാൻ നിങ്ങൾക്ക് സമയം കുറഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ വമൻ യുഅദ്ദിം ശആഇറല്ലാഹ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആര് മഹത്വപ്പെടുത്തുന്നുവോ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിൻ്റെ ഭയഭക്തിയുടെ ചിഹ്നം, അടയാളം അതാണ്. ഫീഹി ആയാത്തും ബയ്യിനാത്ത്. മഖാമു ഇബ്രാഹിം, ഉംറക്ക് പോയ എല്ലാ ആളുകളും തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മഖാമു ഇബ്രാഹിം കണ്ട ആളുകളാണ്. ഇനി കാണാത്ത ഒരു 10-15 ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അവര് നേരിട്ട് തവാഫ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പരിശ്രമമില്ലാതെ നേരിട്ട് കാണാൻ പറ്റുന്ന ചിഹ്നമാണ് മഖാമു ഇബ്രാഹിം. മുൽത്തസിം ഇല്ലേ? ഇനി അതല്ലെങ്കിൽ എന്തുണ്ട്? റുക്നുൽ യമാൻ ഉണ്ട്, ഹജറുൽ അസ്വദ് ഉണ്ട്, ഹിജ്ർ ഇസ്മായിൽ ഉണ്ട്, സംസം ഉണ്ട്. ഇതൊക്കെ അള്ളാഹിന്റെ ചിഹ്നങ്ങളാണ്. ഇതിന് ഓരോന്നിനും അതിൻ്റെതായ ശ്രേഷ്ഠതയും പ്രാധാന്യവും ഉണ്ട്. സംസം കുടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് കുടിക്കണം. എന്താ സംസമിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു? ഇതൊക്കെ ഓരോ ചിഹ്നങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായി പല ക്ലാസ്സുകളിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇനി യാത്രയിലും മിനയിലും അറഫയിലും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ പുസ്തകങ്ങളിലും അത് ലഭ്യമാണ്. പക്ഷേ നമ്മുടെ ചില കൃത്യമായ ലക്ഷ്യത്തോടു കൂടി, ദിശാബോധത്തോടു കൂടി നമ്മൾ ചെലവഴിക്കണം ദിവസങ്ങൾ. മാ ഉസംസം, ഒരു ഹദീസുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മാ ഉസംസം ലിമാ ശുരിബ ലഹു. നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചാണോ സംസം കുടിക്കുന്നത് ആ ഉദ്ദേശം നിറവേറും. നിങ്ങളുടെ ഉദ്ദേശം എന്താ? അത് നിങ്ങളുടെ മനസ്സാക്ഷിക്കാണ് അറിയാം. എൻ്റെ ഉദ്ദേശമല്ല നിങ്ങൾക്ക്, നിങ്ങളുടെ ഉദ്ദേശമല്ല മറ്റൊരാൾക്കുള്ളത്. അപ്പം നിങ്ങൾക്ക് കുറേ ഉദ്ദേശങ്ങൾ. എന്നാൽ നമുക്കൊക്കെ കോമൺ ആയ കുറേ ഉദ്ദേശങ്ങളുണ്ട്. ആ കോമൺ ആയ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രവാചകന്റെ ചര്യ കൃത്യമായി പിൻപറ്റുന്ന, അനുധാവനം ചെയ്യുന്ന ഒരു യുവ സഹാബിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് മാതൃകാപരമാണ്. സംസം കുടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥന നിർബന്ധമായില്ലെങ്കിലും സുന്നത്തായ കുറേ പ്രാർത്ഥനകൾ നമുക്ക് ശീലിക്കാം. അത് നമ്മൾ ആ പ്രാർത്ഥന ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ വാസിഅൻ വശിഫാഅൻ മിൻ കുല്ലി ദാ. ഈ 3 ആവശ്യമില്ലാത്ത ആരുമില്ലല്ലോ. ഇൽമുൻ നാഫിഅ വേണം, ഉപകാരപ്രദമായ വിജ്ഞാനം. എന്താണ്? വറിസ്ഖൻ വാസിഅൻ,
വിഭവങ്ങൾ, വെറും ഭക്ഷണമല്ല, വിഭവങ്ങളുടെ വിശാലത നമുക്കുണ്ടാവണം. ഷിഫാഅൻ മിൻ കുല്ലി ദാ, എല്ലാ അസുഖങ്ങളിൽ നിന്നുമുള്ള രോഗശമനം ഉണ്ടാവണം. ഇങ്ങനെ ഒരാൾക്ക് അതല്ലാത്ത കുറേ മലയാളത്തിൽ പ്രാർത്ഥിക്കാം, അറിയാവുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം സംസം നമ്മൾ കഴിക്കേണ്ടത്. അതേപോലെ മുൽത്തസിം, അതിനേറ്റവും പിന്നെ ഒരുപക്ഷെ പ്രസൻറ്റേഷനിൽ ആ സ്ഥലം തന്നെ നമുക്ക് കാണാൻ കഴിയും. കഅബയുടെ ഹജറുൽ അസ്വദിൻ്റെയും കഅബയുടെ വാതിലിൻ്റെയും ഇടയ്ക്കുള്ള വളരെ ചെറിയ ഒരു, അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം ഹദീസുകളിൽ പരാമർശിച്ച സന്ദർഭമാണ്. നമുക്ക് അവിടെ അധികം നേരം നിൽക്കാനൊന്നും ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല. ആ നിൽക്കുന്ന സ്ഥലം എന്തായിരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. അതേപോലെ തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് ഖുൽയായുൽ കാഫിറൂനെയും ഖുൽഹുവല്ലാഹു അഹദൊക്കെ ഓതിയിട്ടുള്ള 2 റക്അത്ത് പ്രാർത്ഥന, നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പുണ്യമുള്ള സ്ഥലമാണ്. നേരത്തെ പറഞ്ഞ ചിഹ്നങ്ങളിൽ അള്ളാഹു തന്നെ എണ്ണിപ്പറഞ്ഞ ചിഹ്നമാണ് അസ്സഫാ വൽ മർവ, ഇന്ന അസ്സഫാ വൽ മർവത മിൻ ശആയിരിക. ഇതല്ലാത്ത ആയത്തുകളിലും ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് അതായിരുന്നു. ഷുഊറ്, ഷായിർ, മഷായിർ, ഇതൊക്കെ ഷാറ എന്ന അനുഭവം ഫീൽ ചെയ്യുക എന്നതിൽ നിന്നാണെങ്കിൽ ഹജ്ജിൻ്റെ അനുഷ്ഠാനങ്ങളിൽ മുഴുവൻ, ആ ആയത്തുകളിൽ മുഴുവൻ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ ഷിഹാബ് സാഹിബിൻ്റെ പ്രസംഗത്തിൽ വന്ന ഒരായത്തായിരുന്നു ഫൈദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. അവിടെ ഈ ഷാറ എന്നുള്ള വാക്കുന്നുണ്ടാവുന്നത് അൽ മശ്അറുൽ ഹറാം. ഏതാ മശ്അറുൽ ഹറാം? മശ്അറുൽ ഹറാം ഏതാ സ്ഥലം? മുസ്ദലിഫയാണ്. മാഷാ അല്ലാഹ്. ഓക്കെ, മുസ്ദലിഫ എന്ന വാക്ക് ഖുർആനിൽ വന്നിട്ടില്ല. നമ്മളുണ്ടാക്കി, അല്ലെങ്കിൽ ചരിത്രത്തിലോ ഹദീസിലൊക്കെ വന്ന പേരായിരിക്കും. ഖുർആൻ അതിനുവേണ്ടി പ്രയോഗിച്ച പേര് അൽ മശ്അറുൽ ഹറാം എന്നാണ്. മശ്അറുൽ ഹറാമിൽ വെച്ച് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം എന്ന് പറഞ്ഞത് ഒരു രാവാണ് അവിടെ ആകുള്ളത്. യഥാർത്ഥത്തിൽ ഹജ്ജിലും തീർത്ഥാടകർ അഭയാർത്ഥികളെ പോലെ കഴിഞ്ഞുകൂടുന്ന രാവ്. മിനയിൽ നമുക്ക് ടെൻ്റ് ഉണ്ട്, മക്കത്ത് നമുക്ക് റൂമുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, അസീസിയയിൽ നമുക്ക് ചിലപ്പോൾ ബിൽഡിംഗ് ഉണ്ടാവും, അറഫയിൽ നമുക്ക് ടെൻറ്റും ഫുഡും ഒക്കെ വളരെ സർവീസ് ചെയ്യുന്നുണ്ടാവും. ടെൻറ്റില്ലാത്ത ആകാശത്തെ മേൽപ്പരയാക്കി ഭൂമിയെ വിരിപ്പാക്കി കിടക്കുന്ന ഒരു രാത്രി അഭയാർത്ഥി ദിവസം ഏതാണ്? അത് മുസ്ദലിഫയിലെ കല്ല് പറിക്കുന്ന ദിവസമാണ്. അറഫയിൽ നിന്ന് വരുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും. അവിടെ ഓടുന്ന ട്രെയിനിൻ്റെ പേര് പോലും മഷായർ മെട്രോ എന്നാണ്. ഇത് മൊത്തത്തിൽ നമുക്ക് അനുഭവപ്പെടാം. നമ്മുടെ ഫീലിംഗ് ആണ് ഹജ്ജ്. ഒരാളിപ്പോൾ നല്ല ടൂർ ഗ്രൂപ്പിൽ പോയതുപോലെ, ഹജ്ജ് പാക്കേജ് എന്നൊക്കെയാണല്ലോ നമ്മൾ പറയാറുള്ളത്, ടൂർ ഗ്രൂപ്പിൽ പോയതുപോലെ നല്ല VIP ഫുഡും VIP താമസവും AC ടെൻറ്റും അല്ലെങ്കിൽ കൂളറൊക്കെ സ്ഥാപിച്ച സംവിധാനമൊക്കെ ഉണ്ടായിരിക്കെ അങ്ങനെ ഹജ്ജ് നിർവഹിച്ച് ഇതൊന്നും ഫീൽ ചെയ്യാതെ പോന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഹജ്ജിൻ്റെ അനുഭവം ആസ്വദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്തായിരിക്കണം, നന്നായി ഹജ്ജിനെ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന ആളായിരിക്കണം. ഇതിൽ നമ്മളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്ന ഒരുപാട് വിഷയങ്ങൾ, അതിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു നമ്മുടെ കയ്യിലും പോക്കറ്റിലുള്ള സാധനമാണ് നമ്മുടെ കയ്യിലെ ഡിവൈസ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കളെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് നേരെ മുസ്ദലിഫ കിടക്കണതിന് മുമ്പ് തന്നെ എടുത്തിട്ട് ഇസ്മായിൽ നബിക്കോ അല്ലെങ്കിൽ ആദരൊക്കെ വിളിച്ചിട്ട് ചോദിച്ചിട്ടില്ലല്ലോ എങ്ങനെയുണ്ട് മോൻ്റെ വിവരം എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേരക്കുട്ടികളെ വിവരം അറിയാനും അതല്ലെങ്കിൽ ഒന്നും വേണ്ട എന്നുള്ളതല്ല, പക്ഷേ കുറച്ചൊന്ന് നിയന്ത്രിക്കാഞ്ഞാൽ നമ്മുടെ 1,00,000 പ്രതിഫലം മടങ്ങ് കിട്ടുന്ന സ്ഥലത്തിലെ സമയം നമ്മളത് പാഴായിപ്പോവും. അവിടെ ചേർന്ന് നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ വൈഫൈ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് മക്കയിലാണ്, മദീനയിലാണ് എന്നൊരു ബോധം നമുക്കുണ്ടാവണം. നേരത്തെ ഷിഹാബ് സാഹിബിൻ്റെ പ്രസംഗത്തിലേ എനിക്കപ്പോൾ ഓർമ്മ വന്നൊരു സംഭവം ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഒരു കഥ പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം നമ്മൾ വിഷയത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു സംഭവം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇമാം മാലിക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇമാം മാലിക് മദീനയിൽ ചെരുപ്പിടാതെ നടന്നിരുന്നത് എന്ന് പറഞ്ഞ ഒരു പരാമർശം ഷിഹാബ് സാഹിബിൻ്റെ പ്രസംഗത്തിൽ വന്നു. പ്രവാചകനോടുള്ള ആദര സൂചകമായി ഇമാം മാലിക് മദീനയിൽ ചെരുപ്പിടാതെ നടന്നിരുന്നത്. റസൂലുള്ളാഹിൻ്റെ നഗരത്തിൽ എൻ്റെ കാലടികൾ ചെരുപ്പ് പതിയാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദരവ്. ഇത് മദീന പള്ളിയിൽ ക്ലാസ് എടുക്കുന്ന ഹദീസ് പണ്ഡിതനായ ഫിഖിൻ്റെ ഇമാമായ മാലിക് മദ്ഹബിൻ്റെ ഇമാമായ ഇമാം മാലിക് ഒരു ദിവസം മദീന പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ ധാരാളമുണ്ട്. ആ ധാരാളം വിദ്യാർത്ഥികളുടെ ഇടയിൽ അവിടെ ഒരു ചെറിയ സംഭവം ഉണ്ടായത്. മദീനയിൽ എവിടുന്നോ അന്ന് അസാധാരണമായി ഒരു ആന വന്നു. ആന മദീനത്തേക്ക് വന്നു. മരുഭൂമിയിൽ ആനയില്ലല്ലോ. സൗദി അറേബ്യയിൽ 2 ആന ഉള്ളത്
ഇന്ദിരാഗാന്ധി സൗദി അറേബ്യക്ക് ഗിഫ്റ്റായി കൊടുത്ത 2 ആനകളുണ്ട്. റിയാദിൽ ഞങ്ങൾ കണ്ടാണ്. റിയാദിലെ സൂലുണ്ട്. അത് റിയാദിലുള്ള പ്രവാസികൾക്ക് അറിയാൻ പറ്റും. അതല്ലാതെ സൗദി അറേബ്യയിൽ ആനയൊന്നുമില്ല. അപ്പം ആന ഇല്ലാതെ ഒരു രാജ്യത്ത് ആന വന്നാൽ എന്തായിരിക്കും? വിദ്യാർത്ഥികളൊക്കെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. മദീന പള്ളിയിലെ ക്ലാസ്സിൽ നിന്ന് വിദ്യാർത്ഥികളൊക്കെ ഇറങ്ങിപ്പോയി. ഈ ഇറങ്ങിപ്പോയപ്പോൾ യഹ്യ ഇബ്നു യഹ്യ ലൈസി എന്ന് പറയുന്ന ഈജിപ്തിൽ നിന്ന് ഇമാം മാലിക്കിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി വന്ന ഒരു വിദ്യാർത്ഥി സദസ്സിൽ നിന്ന് എണീറ്റ് പോയിട്ടില്ല. അദ്ദേഹം അവിടെ തന്നെ ആ യഹ്യ ലൈസി പിന്നീട് മാലിക് ഇമാമിൻ്റെ മദ്ഹബിൽ പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വളരെ പ്രസിദ്ധനായ ഒരാളാണ്, നല്ല പണ്ഡിതനാണ്. അദ്ദേഹം മാത്രം അവിടുന്ന് പോയില്ല. അപ്പം ഇമാം മാലിക് യഹ്യ ഇബ്നു യഹ്യ ലൈസിയോട് ചോദിച്ചു, എന്താ യഹ്യ നീ പോകാതിരുന്നത്? നീ എല്ലാ കുട്ടികളും പോയല്ലോ, നീ ആനെ കണ്ടിട്ടുണ്ടോ മുമ്പ്? എനിക്ക് ആനെ കാണണ്ടേ, എന്താ ഈ പോകാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പം യഹ്യ പറഞ്ഞൊരു മറുപടി നമ്മെ ചിന്തിപ്പിക്കേണ്ടത്, യഹ്യ പറഞ്ഞു, ഞാൻ ഈജിപ്തിൽ നിന്ന് മദീനയിൽ വന്നത് ആനനെ കാണാനല്ല. ആനനെ കാണാൻ എനിക്ക് ആഫ്രിക്കയിൽ വേറെ ഏതെങ്കിലും സൂല് പോയാൽ പറ്റും. ഞാനിവിടെ വന്നതിന് പ്രത്യേകമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരാനയും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ. നമ്മളെ ജീവിതത്തിലും ചിലപ്പോൾ എന്താവുന്നല്ലോ, അറിയാതെ ആന പല കോലത്തിൽ വരും. അതുകൊണ്ട് ഹജ്ജിൻ്റെ നമ്മുടെ ദിവസങ്ങളിൽ, പുണ്യദിനങ്ങളിൽ, നിങ്ങൾക്ക് ആകെ ഉള്ളത് ഞാൻ പറഞ്ഞത് 40-ൽ കുറഞ്ഞ ദിവസമായിരിക്കും, 30, 35, 40 ദിവസമായിരിക്കും. അത് നിങ്ങൾ പരിശുദ്ധ പ്രദേശങ്ങളിൽ ചെലവഴിക്കുമ്പോൾ പൂർണ്ണമായും നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കണം എന്നതും കൂടി കൂട്ടത്തിൽ നിങ്ങൾ ഓർത്തു വെക്കുക. കാരണം എന്തോ, അപ്പുറത്തെ റൂമിൽ ആന വന്നു എന്ന് അറിയുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോകേണ്ടതില്ല. നിങ്ങൾ പോകേണ്ടത് ഹറമിലേക്ക്, മദീനയിലേക്ക്. അവിടുത്തെ ഓരോ സ്ഥലങ്ങളിലേക്കും നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റേതായ സൗകര്യങ്ങൾ ചെയ്തു തരും. മദീനയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് റൗദത്തും മിൻ റിയാദിൽ ജന്ന, മാബൈന ഖബ്രി വ മിംബരി, അല്ലെങ്കിൽ മാബൈന ബൈത്തി വ മിംബരി. 2 റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട്. എൻ്റെ ഖബറിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ റസൂലുള്ളാഹിൻ്റെ വീട് തന്നെയാണ് ഖബറിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നത്. അതിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലം റൗദത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ പൂന്തോപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൗദ നമുക്ക് കാണാൻ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ, ഇപ്പോൾ ഞാൻ സൗദി അറേബ്യയിൽ ഫ്രീക്വൻ്റായി പോകുന്ന ഒരാളാണ്. ഇക്കഴിഞ്ഞ ഡിസംബറല്ല, അതിൻ്റെ മുമ്പത്തെ ഡിസംബറിൽ ഒരു വർഷം മുമ്പ് പോയപ്പോൾ, ഇപ്പോൾ ഒരു വർഷത്തിൽ ഒരു തവണയാണ് ഒരു പാസ്പോർട്ട് നമ്പറിൽ ഒരാൾക്ക് അനുമതി കിട്ടുക. അതുകൊണ്ട് തന്നെ അതിന് ശേഷമുള്ള 2 യാത്രയിലും എനിക്ക് റൗദി കയറാൻ കഴിഞ്ഞില്ല. 2024 ഡിസംബറിലാണ് ഞാൻ ലാസ്റ്റ് റൗദി പോയത്. അതിനുശേഷം 2 യാത്ര ഞാൻ പോയെങ്കിലും എനിക്ക് റൗദി കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്താണ്, അസുലഭമായി കിട്ടുന്ന 20 മിനിറ്റ്, 20 മിനിറ്റ്സ് നല്ല സംവിധാനമാണ്. കാരണം എന്താ പറയുക, ആ 20 മിനിറ്റ് സ്വസ്ഥമായി, മുമ്പ് അവിടെ ഭയങ്കര ബഹളവും തിരക്കും പ്രയാസമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. വളരെ സ്വസ്ഥമായി നിങ്ങൾക്ക് 20 മിനിറ്റ് അവിടെ നമസ്കരിക്കാൻ, പ്രാർത്ഥിക്കാൻ, ഒരുപാട് നന്നായി സമയം ചെലവഴിക്കാൻ, അതും റൗദത്തും മിൻ റിയാദിൽ ജന്നയിൽ ചെലവഴിക്കാൻ കഴിയും. ഹജ്ജ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ എല്ലാ ആളുകൾക്കും ഒരു തവണ പാസ് കൊടുക്കും. അങ്ങനെയുള്ളൊരു സംവിധാനമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ സമയത്തായിരിക്കും നമുക്ക് ജിദ്ദിയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, അയാളെ കാണാൻ പോകേണ്ടതുണ്ട്, മദീനത്തിൽ നിന്ന് ഇയാളുടെ പേരക്കുട്ടി എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ സമയം പാഴാക്കുന്ന വിഷയത്തിൽ നമ്മളെന്താവരുത്, അത്തരം കാര്യങ്ങളിൽ മുൻഗണനാക്രമം തെറ്റിക്കരുത് എന്നതും കൂടി നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മുടെ ഗ്രൂപ്പ് നമുക്ക് ആവശ്യമായ സേവനങ്ങൾ അവിടെ ചെയ്തു തന്നുകൊണ്ട് തന്നെ എന്താക്കും, അത് അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ തന്നെ നടക്കും എന്ന് തന്നെ പറയാം. നമുക്ക് നമ്മളെ വിഷയങ്ങൾ പിന്നീട് പൂർത്തീകരിക്കാം. ഷിഹാബ് സാഹിബ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനാണ് ആദ്യം നടക്കേണ്ടത്. മാത്രമല്ല ചില വിഷയങ്ങളിലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനിൽ വന്നത് ഞാൻ മുൻകൂട്ടി പറയാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അന്വേഷണങ്ങൾക്കും നിങ്ങളുടെ എല്ലാ ആശങ്കകൾക്കൊക്കെ തന്നെ ഇന്ന് വൈകുന്നേരം 4:30 മുമ്പായി അതിനാവശ്യമായ രീതിയിൽ മറുപടി നൽകാൻ കൂടി ഷിഹാബ് സാഹിബും സഫിയ ഷർഫിയ നിങ്ങളുടെ കൂടെ ഒരുപക്ഷെ ഹജ്ജ് നിർവഹിക്കുന്ന ഒരു ലീഡർ സ്വഭാവത്തിൽ കൂടിയുള്ള ഒരാളാണ്. അവരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചെലവഴിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ ഒരു ആയുഷ്കാല അനുഷ്ഠാനം എന്ന സ്വഭാവത്തിൽ ഹജ്ജ് എന്ന ലക്ഷ്യം നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് യാത്ര തിരിക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലീകരിച്ച് തരുമാറാവട്ടെ. നമ്മൾ ഈ ചെലവഴിച്ച സമയം സാലിഹായ കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഇതിൻ്റെ സംഘാടകരെയും എല്ലാ അർത്ഥത്തിലും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.